പ്ലസ് ടു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണ്? ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത എന്നുള്ളത് നമ്മൾ അറിയണം. അതോടൊപ്പം തന്നെ ഇനി എക്സ്റ്റേണൽ ആയിട്ടുള്ള അല്ലെ ഏതെങ്കിലുമൊക്കെ പുതിയ ആൾക്കാരെ വെച്ചിട്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരോടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു മേഖലയിൽ എക്സൽ ആയിട്ടുള്ള ആളുകളായിരിക്കും പൊതുവെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുക എന്നുള്ള. സോ അങ്ങനെയാണെങ്കിൽ അവരോട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കാം. സോ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് പ്രിപ്പയർ ആൻ ഇന്റർവ്യൂ എന്നാണോ പറഞ്ഞത്, അല്ലെങ്കിൽ പ്രിപ്പയർ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്നാണോ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന്റെ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ റെസ്പോൺസും ഇങ്ങനെ രണ്ടും ചോദിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കൺഫേം ചെയ്യണം. പ്രിപ്പയർ ഇന്റർവ്യൂ എന്നാണ് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ചോദ്യം വേണം, അതിനൊരു മറുപടി വേണം, അടുത്തല്ലേ അങ്ങനെ ഓരോ ചോദ്യവും അതിനുള്ളൊരു മറുപടി നമ്മൾ എന്തായാലും നമ്മൾ കൊടുക്കണം. ഇനി അതല്ല പ്രിപ്പയർ 5 ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 6 ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കേണ്ടത് ക്വസ്റ്റ്യൻസ് മാത്രമാണ് എന്നുള്ളതാണ്. അവിടെ നമ്മൾ റെസ്പോൺസ് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ചോദ്യവും റെസ്പോൺസും നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യവും അതേപോലെ തന്നെ അതിന്റെ മറുപടി നമ്മൾ കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ഓക്കെ, സോ മക്കളെ, വെൽക്കം ബാക്ക് ടു എഡ്യൂപോർട്ട്. ഐ ആം ജസ്റ്റ് നൗ യുവർ ഇംഗ്ലീഷ് ട്യൂട്ടർ. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഏതൊരാളെ കണ്ടാലും അല്ലെങ്കിൽ ഏതൊരാളെ അല്ലെ എക്സാം പേപ്പറിൽ നമുക്ക് തന്നാലും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ നോക്കാം, ഒരു കോമൺ അല്ലെ എന്തൊക്കെയാണ് കോമൺ എക്സ്പ്രഷൻസ് ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. സോ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസ് ആണ് എന്നുള്ള. ഏതൊരാളെ തന്നാലും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഏതൊരാളോടും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് വാട്ട് പ്രോംപ്റ്റഡ് യു ടു സെലക്ട് ദിസ് ഫീൽഡ് അല്ലെ, ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ എന്താണ് നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ചോദ്യം. then അതേപോലെ തന്നെ ഡു യു എൻജോയ് ദിസ് കരിയർ, ഹു ഈസ് യുവർ റോൾ മോഡൽ എന്ന് നമുക്ക് ചോദിക്കാം അല്ലെ. യു മൈറ്റ് ഹാവ് ഫേസ്ഡ് ഡിഫിക്കൽട്ടീസ് ആൻഡ് ഫെയിലേഴ്സ് ഇൻ യുവർ ലൈഫ്, നിങ്ങൾ തീർച്ചയായിട്ടും അല്ലെ എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഒരുപാട് പ്രയാസങ്ങൾ, then അതേപോലെ തന്നെ ഒരുപാട് പരാജയങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ ഹൗ ഡിഡ് യു ഓവർകം ഫെയിലേഴ്സ്, എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പരാജയങ്ങളെ നിങ്ങൾ ഓവർകം ചെയ്തിട്ടുള്ളത്? ആൻഡ് ക്യാൻ യു പ്ലീസ് ടെൽ അബൌട്ട് ദ അവാർഡ്സ് യു വൺ സോ ഫാർ, നിങ്ങൾക്കല്ലേ തൊട്ടടുത്തായിട്ടൊക്കെ കിട്ടിയിട്ടുള്ള അവാർഡുകളെ പറ്റിയിട്ട് നിങ്ങളൊന്ന് പറയുമോ എന്നുള്ളതാണ്. വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് പ്രൊഫഷണൽ അച്ചീവ്മെന്റ് ആൻഡ് വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ്, എന്താ നിങ്ങളുടെ ഭാവി പരിപാടികൾ എന്നുള്ളത് നമുക്ക് ചോദിക്കാം അല്ലേ. ആൻഡ് വാട്ട് അഡ്വൈസ് വുഡ് യു ലൈക്ക് ടു ഗിവ് ടു ദ പ്രസന്റ് ജനറേഷൻസ്, ഇന്നത്തെ അല്ലേ ഈ ഒരു പ്രസന്റ് ജനറേഷന്, ഈ ഒരു തലമുറയ്ക്ക് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന അഡ്വൈസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ യൂണിറ്റ് 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നമ്മൾ പഠിക്കുന്നത് ഇർഫാൻ ആലത്തെ പറ്റിയിട്ടും ഷെയ്ഖ് മിസ്രിയെ പറ്റിയിട്ടൊക്കെയാണ്. സോ ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നും മാറി മാറി നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. എന്നാൽ ഇത് ഈ രണ്ട് ചാപ്റ്റേഴ്സും അല്ലാതെ മൂന്നാമതൊരു ചാപ്റ്ററും ഇതേപോലെ തന്നെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിന് വളരെ സാധ്യതയുണ്ട്. അപ്പൊ മക്കളെ, അത് നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? യു ഗോട്ട് എ ചാൻസ് ടു ഇന്റർവ്യൂ ഇർഫാൻ ആലം when he visits your school. Prepare 5 questions for the interview അല്ലെ. നിങ്ങൾക്ക് ഇർഫാൻ ആലത്തിന് ഇന്റർവ്യൂ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, സോ നമുക്കറിയാം ഇർഫാൻ ആലം ആരാണ് എന്നുള്ളത് അല്ലെ. സമ്മാൻ ഫൗണ്ടേഷന്റെ ഫൗണ്ടർ ആണ്, ചെയർമാൻ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചിട്ടുള്ള കുട്ടികളാണ് അല്ലെ. സോ നോക്കാം, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഇൻസ്പയർഡ് യു ടു ബിക്കം എ സോഷ്യൽ ഓൺട്രപ്രൂണർ, ഒരു സാമൂഹികപരമായിട്ടുള്ള അല്ലെ ഒരു ഓൺട്രപ്രൂണർ ആവാൻ എന്താണ് നിങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. then next, who is your role model, ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ? then can you share any special experience in your life, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെ ഏതെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യോ? how did സമ്മാൻ boost the social status of the rickshaw pullers, നമുക്കറിയാം സമ്മാൻ അല്ലെ വളരെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യൽ എംപവർമെന്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഈ സമ്മാൻ എന്ത് ചെയ്യുന്നത്? ഈ റിക്ഷാ പുള്ളേഴ്സിന്റെ സോഷ്യൽ സ്റ്റാറ്റസിനെ ബൂസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം അല്ലെ. ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്ക്, ഡു യു തിങ്ക് യു ഹാവ് ഫുൾഫിൽഡ് യുവർ ഡ്രീംസ് ഇൻ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിലെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ
ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അല്ലെ? ആൻഡ് വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു സ്റ്റുഡൻസ്? വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെ നിങ്ങളുടെ എന്ത് മെസ്സേജ് ആണ് നിങ്ങൾ കൊടുക്കുക, എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമ്മൾ മിനിമം നമ്മൾ പഠിച്ചു വെക്കുക. ഇർഫാൻ ആലത്തിന്റെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വന്നാൽ ഇനി ഇന്റർവ്യൂ നമുക്ക് ഈസി ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ സാധ്യതയുള്ള മറ്റൊരു ചാപ്റ്റർ ആണ് നമ്മുടെ ദീദിയുടെ ചാപ്റ്റർ അഥവാ ഷഹീൻ മിശ്രയോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ. നോക്കാം, അപ്പോൾ വളരെ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. 4 മാർക്കിന് 2020 ചോദിച്ചിട്ടുണ്ടാവും. സോ നമുക്ക് എന്തൊക്കെ ചോദിക്കാം? യുവർ ഇന്റർനാഷണൽ അപ്ബ്രിംഗിങ് എക്സ്പോസ്ഡ് യു ടു ഡൈവേഴ്സ് കൾച്ചേഴ്സ്. നമുക്കറിയാം ആൾ ഒരുപാടുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങൾ ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ടായിരുന്നു തന്റെ ആ ഒരു ആദ്യ കാലഘട്ടത്തിൽ. സോ അങ്ങനെയാണെങ്കിൽ ഹൗ ഡിഡ് ദിസ് എക്സ്പീരിയൻസ് ഇൻഫ്ലുവൻസ് യുവർ പാഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ഫൗണ്ടിങ് ഓഫ് ദ അഗാൻഷ ഫൗണ്ടേഷൻ ഇന്ത്യ? അപ്പം ആ ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള അല്ലെ ആ വളർന്നിട്ടുള്ള ആ രീതി, ആ ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചേഴ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതൊക്കെ ഇതൊക്കെ എത്രത്തോളം അല്ലെ നിങ്ങളുടെ ടീച്ചിങ്ങിലുള്ള എക്സ്പീരിയൻസും അല്ലെ ടീച്ചിങ്ങിലുള്ള പാഷനും അതേപോലെ തന്നെ അഗാൻഷ ഫൗണ്ടേഷൻ ഇന്ത്യയിൽ തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഇത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചോദിച്ചത്. ഓക്കെ, അതേപോലെ തന്നെ നോക്ക്, could you share some key milestone and challenges you encounter while establishing Agansha Foundation, and how did you overcome them to provide quality education to underprivileged children? അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? എന്തായാലും ഈ അഗാൻഷ ഫൗണ്ടേഷൻ അല്ലെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ മുന്നേ ഒരുപാട് ചാലഞ്ചസും ഒരുപാട് കീ മൈൽ സ്റ്റോൺസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ ചാലഞ്ചസ് ഒക്കെ അല്ലെ നിങ്ങൾ ഓവർകം ചെയ്തിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു അണ്ടർ പ്രിവിലേജ്ഡ് ചിൽഡ്രൻ. അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ക്വാളിറ്റി വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിനൊക്കെ എങ്ങനെ തരണം ചെയ്തു വന്നു എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം അല്ലെ. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. ആസ് ദ CEO ഓഫ് ടീച്ച് ഫോർ ഇന്ത്യ, you have been a driving force in the organization's mission to bridge educational inequities. How has this journey evolved since 2008 and what impact has it had on the Indian education system? അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? നമുക്കറിയാം ഷെയ്ൻ മിസ്ട്രി ടീച്ച് ഫോർ ഇന്ത്യയുടെ CEO ആണ് എന്നൊക്കെ അല്ലെ. അപ്പൊ 2008 മുതലുള്ള ആ ഒരു ജേർണി എത്രത്തോളം ഇപ്പൊ ഈ ഒരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇതിന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഈ ഒരു ടീച്ച് ഫോർ ഇന്ത്യയിലേക്ക് അല്ലെ, ടീച്ച് ഫോർ ഇന്ത്യക്ക്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് അവരോട് ചോദിക്കാം. Then next, in your experience, what are the most significant systemic changes needed in the Indian educational sector? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെ എന്തൊക്കെ പ്രധാനമായിട്ടുള്ള ചേഞ്ചസ് ആണ് കൊണ്ടുവരേണ്ടത്? And how can individuals and organizations contribute to making these changes a reality? ഈ ഒരു മാറ്റങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് വ്യക്തികൾക്കും അതേപോലെ തന്നെ ഓർഗനൈസേഷൻസിനൊക്കെ സംഘടനകൾക്കൊക്കെ എങ്ങനെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ, അവർക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഇങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിക്കാം. സോ നമ്മളിവിടെ 4 മാർക്കിന് 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇവിടെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അതിനുശേഷമാണ് നമ്മളൊരു ചോദ്യം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അല്ലെ. അപ്പോൾ എക്സാമിന് നിങ്ങൾ ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് നല്ലൊരു A+ ലെവലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ മക്കളെ ഈ ലെവലിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും നിങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അതിന് ശേഷമുള്ള ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ അടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ സാധ്യതയുള്ള മറ്റൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ വാങ്കറി മാതേനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഇമാജിൻ ദാറ്റ് യു വിറ്റ്നസ്ഡ് വാങ്കറി മാതേ റിസീവിംഗ് ദി Nobel Peace Prize as a journalist and got an opportunity to interview her. ഇപ്പോലെ ആക്ക് നോബൽ പീസ് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് എന്നുള്ളത് നിങ്ങളോട് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ what questions would you have asked her and what would be her replies? അപ്പൊ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ചോദിക്കുക, എങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ റിപ്ലൈ എന്നുള്ളതാണ്. And write at least 3 questions and possible answers for it അല്ലെ. അപ്പൊ നമ്മൾ 3 ചോദ്യങ്ങളും വേണം ഇവിടെ. ചോദ്യങ്ങൾ മാത്രം പോരാ, പോസിബിൾ ആൻസേഴ്സ്, അതായത് വാങ്കറി മാതയുടെ റെസ്പോൺസ് നമ്മളോട് ഇവിടെ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാ അല്ലെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. ജസ്റ്റ് ശ്രദ്ധിച്ചോ. ഡോക്ടർ മാതേ, what made you start the Green Belt movement and what are some of the best things that have happened because of it? എന്താണ് അല്ലെ ഈ ഒരു ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത് എന്നുള്ള രീതിയിലാണ് വാട്ട് മെയ്ഡ് യു സ്റ്റാർട്ട് എന്നാ ചോദിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആൻഡ് അതിന് ശേഷം അല്ലെ അത് കാരണമായിട്ട് വന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ നമുക്ക് എന്തൊക്കെയാണ്
അവരുടെ റെസ്പോൺസ് ആയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. എന്തൊക്കെയായിരിക്കും മാതൈ റിപ്ലൈ ആയിട്ട് പറയുന്നത്? I started the green belt movement because I saw that planting trees could help both the environment and women's lives. അല്ലെ, രണ്ടിനെയും ഹെൽപ്പ് ചെയ്യുന്നില്ല, എൻവയോൺമെന്റിനെയും അതേപോലെ തന്നെ എന്താണ് വിമൻസിന്റെ അല്ലെ സ്ത്രീകളുടെ ലൈഫ്സിനെയും. One of the best things is seeing women become leaders in their communities after planting trees. ഈ ട്രീസ് ഒക്കെ പ്ലാൻ ചെയ്തതിന് ശേഷം അല്ലെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ സ്ത്രീകൾ ലീഡേഴ്സ് ആയി കാണുന്നത്, അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തിങ് കണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. യു കെയർ അബൌട്ട് ദ എൻവയോൺമെന്റ്, ഡെമോക്രസി, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫെയർനെസ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? പരിസ്ഥിതിയും അതേപോലെ തന്നെ അല്ലെ ഡെമോക്രസിയും മനുഷ്യാവകാശവും അതേപോലെ ഫെയർനെസ് ന്യായം, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കെയർ ചെയ്യുന്നുണ്ട്. സോ ഹൗ ആർ ദീസ് തിങ്സ് കണക്റ്റഡ്? എങ്ങനെയാണ് ഇതൊക്കെ പരസ്പരം തമ്മിലുള്ള ഒരു ബന്ധം? ആൻഡ് വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ് ഫോർ പീസ് ആൻഡ് ഫെയർനെസ്? പീസിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ ന്യായത്തിനൊക്കെ വേണ്ടിയിട്ട് അല്ലെ എങ്ങനെയാണ് ഇപ്പോൾ ഈ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത് എന്നല്ല. സോ എങ്ങനെയായിരിക്കും മറുപടി? These things are connected because when the environment suffers, it can lead to fights over resources and harm people's right. അല്ലേ, പരിസ്ഥിതി ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ലേറ്റർ എന്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്, ഫൈറ്റിലേക്ക് കൊണ്ടുപോകും. ആളുകൾ തമ്മിലുള്ള റിസോഴ്സുകളൊക്കെ യൂസ് ചെയ്യുന്നതിലേക്കൊക്കെ ഉള്ള അല്ലേ. അപ്പം നല്ല രീതിയിൽ ഇപ്പോൾ എൻവയോൺമെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയാൽ, റിസോഴ്സുകളൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ അവിടെ എന്തുണ്ടാവില്ല? ഫൈറ്റ് ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഇപ്പൊ നമ്മളൊക്കെ പറയാറുണ്ട് ഭാവിയിൽ ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ജലത്തിന് വേണ്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ പ്രൊട്ടക്ടിങ് ദ എൻവയോൺമെന്റ് ഈസ് കീ ടു ഹാവിങ് പീസ് ആൻഡ് ഫെയർനെസ് ഫോർ എവ്രി വൺ. അതുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളതാണ് കണക്ഷൻ അല്ലേ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Winning the Nobel Peace Prize is a big deal. How do you think this will help the environment and what do you want people to know because you won? അപ്പോൾ ആൻസർ എന്താ പറയുന്നത്? വിന്നിങ് ദ നോബൽ പ്രൈസ് ഈസ് അമേസിങ് അല്ലേ, ഭയങ്കര അമേസിങ് ആയിട്ടുള്ള കാര്യമാണ് നോബൽ പ്രൈസ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് മേക്സ് മോർ പീപ്പിൾ കെയർ അബൌട്ട് ദ എൻവയോൺമെന്റ് ആൻഡ് ഐ വാണ്ട് എവറി വൺ ടു നോ that we all have a role in protecting our planet and making a better world for the future അല്ലേ. അപ്പോൾ എല്ലാ ആൾക്കാർക്കും, എല്ലാ മനുഷ്യന്മാർക്കും ഈ ഒരു ബോധം ഉണ്ടാക്കാൻ, ഈ ഒരു അവയർനെസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഈ ഒരു തോട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്? ഒരു 3 ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ 3 റെസ്പോൺസും നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള അല്ലേ. അപ്പോൾ ഈ ലെവലിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക? തയ്യാറാക്കി വെക്കാം. സോ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ അല്ലെ പോസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇർഫാൻ ആലത്തിന്റെ ചാപ്റ്റർ, അതേപോലെ തന്നെ നമ്മുടെ ദീദി, ദെൻ ഈ ഒരു ചാപ്റ്ററും വാങ്കരി മാതിയുടെ ചാപ്റ്ററും, ഈ 3 ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. സോ ഈ ഒരു വീഡിയോയോട് കൂടി നിങ്ങൾക്ക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇവിടെ സെറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. സോ മക്കളെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കണ്ട. ബൈ ബൈ.